എറണാകുളം ലോ കോളേജിൽ പ്രധാനമന്ത്രിക്കെതിരെ ഫ്ലെക്സ് ഉയർന്നിരുന്നു. ഗോ ബാക്ക് മോദി, സേവ് ഡെമോക്രസി എന്നീ വാചകങ്ങളായിരുന്നു ആ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്. KSU ആണ് ആ ഫ്ലെക്സ് സ്ഥാപിച്ചത്. ഇപ്പോൾ അത് സുരക്ഷയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ മാറ്റാൻ പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ വിവരങ്ങൾ എന്താണ് എന്ന് നമുക്ക് തേടാം. റിയ ബേബിയുണ്ട്. റിയ, എത്ര പ്രതിഷേധ ഫ്ലെക്സുകളാണ് ഉയർന്നത്? ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആവശ്യപ്രകാരം അത് നീക്കുന്ന നടപടികളാണോ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നത്? ഉച്ചയോട് കൂടി ലോ കോളേജിന് മുമ്പിൽ KSU പ്രവർത്തകർ ബാനറുകൾ വെച്ചിരുന്നു. അതിനുശേഷം വീണ്ടും KSU പ്രവർത്തകർ ലോ കോളേജിനകത്ത് ഗേറ്റിന് മുമ്പിൽ ബാനറുകൾ വെക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോസ്റ്ററുകൾ വെച്ചതിന് മുമ്പിൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രതിഷേധവുമായി നിന്ന KSU പ്രവർത്തകരെ പോലീസ് മാറ്റുന്നതാണ്. അതേസമയം തന്നെ BJP പ്രവർത്തകരും മുദ്രാവാക്യം വിളിയുമായി ഈ പോലീസ്, അതായത് KSU പ്രവർത്തകരെ കയറ്റിയ ജീപ്പിനടുത്തേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടുതൽ പ്രധാനമായും വെച്ചത് ഗോ ബാക്ക് മോദി, ഒപ്പം തന്നെ സേവ് ഡെമോക്രസി, സേവ് ലക്ഷദ്വീപ്, ഈ 3 വാക്യങ്ങളായിരുന്നു ഈ ഫ്ലെക്സിൽ ഉണ്ടായിരുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നു പോകുന്ന റോഡിന് സമീപത്തായിരുന്നു ഈ പോസ്റ്ററുകൾ KSU വിദ്യാർത്ഥികൾ സ്ഥാപിച്ചത്. ലോ കോളേജിലെ മുമ്പിൽ ഗേറ്റിനകത്തായിട്ടായിരുന്നു ഈ പോസ്റ്ററുകൾ സ്ഥാപിച്ചിരുന്നത്. എന്തായാലും പോലീസ് എത്തി ബാനറുകൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്ററുകൾ വെച്ച KSU പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് സമാനമായി തന്നെ സേവ് മണിപ്പൂർ എന്നൊരു പോസ്റ്റർ KSU വിദ്യാർത്ഥികൾ തന്നെ ലോ കോളേജിന് മുമ്പിൽ വെച്ചിരുന്നു. അത് പോലീസ് എടുത്ത് മാറ്റുകയും വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ റോഡ് ഷോ തുടങ്ങാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ലോ കോളേജിന് മുമ്പിൽ വീണ്ടും ഒരു ബാനർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ KSU വിദ്യാർത്ഥികൾ വെച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഗോ ബാക്ക് മോദി എന്നും സേവ് ഡെമോക്രസി എന്നും സേവ് ലക്ഷദ്വീപും എന്നുമുള്ള എഴുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. സേവ് ലക്ഷദ്വീപും എന്നുമുള്ള എഴുത്തുകളായിരുന്നു ഉണ്ടായിരുന്നത്. KSU എന്ന പേരിലാണ് ഈ ബോർഡ് വെച്ചത്. പ്രതിഷേധവുമായി ഒപ്പം ഉണ്ടായിരുന്ന കറുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ, അവർ KSU പ്രവർത്തകരായിരിക്കാം, അവരെ പോലീസ് ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. അവരെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ആ വാഹനത്തിനടുത്തേക്ക് BJP പ്രവർത്തകർ മുദ്രാവാക്യം വിളിയുമായി എത്തുന്നൊരു കാഴ്ച നൽകിയത്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പ്രതിഷേധ ഫ്ലെക്സുകളാണ് ഇപ്പോൾ പോലീസ് നീക്കം ചെയ്യുന്നത്. മോഡി ഗോ ബാക്ക്, സേവ് ഡെമോക്രസി എന്നടക്കമുള്ള പ്രതിഷേധ സ്വരങ്ങളായിരുന്നു അതിൽ വാചകങ്ങളായി രേഖപ്പെടുത്തിയിരുന്നത്.